മുസ്ലിങ്ങൾക്ക് ഞാൻവാപ്പി മസ്ജിദിൽ നിസ്കരിക്കാൻ സാധിക്കില്ല. നിസ്കാരത്തിന് തടസ്സമാകുന്നത് അവരുടെ ശരീഅത്ത് നിയമങ്ങൾ തന്നെയാണ്. ശരീഅത്ത് പ്രകാരം മുസ്ലിങ്ങൾക്ക് ഞാൻവാപ്പി മസ്ജിദിൽ നിസ്കരിക്കാൻ കഴിയില്ല. എന്നാൽ വിഗ്രഹാരാധന നടന്നിരുന്ന ഒരു ക്ഷേത്രത്തിന്റെ മുകളിലാണ് ഞാൻവാപ്പി മസ്ജിദ് നിർമ്മിച്ചിരിക്കുന്നത് എന്നത് തന്നെ. അവിടെ ഹിന്ദു ദേവതകളുണ്ട്. ഈ മസ്ജിദ് പണിതിരിക്കുന്നത് ക്ഷേത്രത്തിന് മുകളിലാണ് എന്ന് തെളിയുമ്പോൾ സ്ഥലം ഹിന്ദുക്കൾക്ക് നൽകണം. ക്ഷേത്രം നിന്നിരുന്ന സ്ഥലം ഹിന്ദുക്കൾക്ക് തിരിച്ചു നൽകണം എന്ന ആവശ്യം വളരെ ശക്തമായി ഉന്നയിക്കപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് അവിടെ മുസ്ലിങ്ങൾ തന്നെ തുടരുകയാണെങ്കിൽ നിസ്കാരം നടത്താൻ സാധിക്കില്ല എന്നത് തന്നെയാണ്. വാരണാസിയിലെ ഞാൻവാപ്പി തർക്ക കേസുമായി ബന്ധപ്പെട്ട ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ സർവേ റിപ്പോർട്ടിൽ പ്രതികരിച്ച് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര മുഖ്യ പുരോഹിതൻ ആചാര്യ സത്യേന്ദ്രദാസ് രംഗത്ത്. ക്ഷേത്രത്തിന്റെ മുകളിലാണ് മസ്ജിദ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ആരുടെയെങ്കിലും വാക്കുകൾ കേട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതെ തർക്കസ്ഥലം മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഞാൻവാപ്പി മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം സ്വയം ഹിന്ദുക്കൾക്ക് വിട്ടു നൽകുന്നതിലൂടെ സഹോദര്യം നിലനിൽക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അവിടെ ഹിന്ദുക്കൾ ക്ഷേത്രം നിർമ്മിച്ച് ആരാധന തുടങ്ങട്ടെ. കുറച്ചുപേരുടെ വാക്കുകൾ കേട്ട് മുസ്ലിം സഹോദരങ്ങൾ പ്രകോപിതരാകരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ പരസ്പര ബന്ധങ്ങൾ സംരക്ഷിക്കപ്പെടുകയും സഹോദര്യം നിലനിൽക്കുകയും ചെയ്യണം എന്നാണ് ആചാര്യ സത്യേന്ദ്രദാസ് പറഞ്ഞത്. പരിശോധന തടയണം എന്ന അഞ്ജുമാൻ ഇന്ദസാമിയ മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജി പരിഗണിക്കാനാവില്ല എന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടതിന് പിന്നാലെയാണ് വീണ്ടും അവിടെ പരിശോധന നടന്നത്. ഹിന്ദു ക്ഷേത്രത്തിന് മുകളിലാണ് മസ്ജിദ് നിർമ്മിച്ചത് എന്ന് വ്യക്തമാക്കുന്ന നിരവധി തെളിവുകളാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. ഞാൻവാപ്പി മന്ദിരത്തിന്റെ ചുവരുകളിലും തൂണുകളിലും കൊത്തിവെച്ചിരിക്കുന്ന തൃശൂലം, സ്വസ്തിക് ചിഹ്നം, മണി പുഷ്പത്തിന്റെ കൊത്തുപണി എന്നിവ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും പകർത്തുകയും ചെയ്തിരുന്നു. ആദ്യ ദിവസം ചുമരുകളിലും താഴികക്കുടങ്ങളിലും തൂണുകളിലും ഉള്ള ചിഹ്നങ്ങളാണ് പരിശോധിക്കപ്പെട്ടത്. മന്ദിരത്തിന്റെ നിർമ്മാണ ശൈലിയിലുള്ള പൗരാണികത രേഖപ്പെടുത്തുകയും താഴികക്കുടങ്ങളിലും തൂണുകളിലും കൊത്തിയ ചിഹ്നങ്ങൾ സർവേയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഞാൻവാപ്പിക്ക് സമീപം വൻതോതിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചായിരുന്നു ഇത്തരത്തിലുള്ള സർവേ നടത്തിയത്. 7 മണിക്കൂറോളം നേരം നീണ്ടുനിന്ന സർവേയിലാണ് ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്തിയത്. മന്ദിരത്തിന്റെ 4 മൂലകളിലും ഡയഗ്നോസ് സൂചകങ്ങൾ സ്ഥാപിച്ചു. സമുച്ചയത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ ആഴവും ഉയരവും അളക്കുകയും ചെയ്തു. ASI ടീമിൽ 37 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. IITയിൽ നിന്നുള്ള വിദഗ്ധ സംഘങ്ങളും ചേർന്നതോടെ 41 അംഗങ്ങൾ പരിശോധനയ്ക്ക് എത്തി. 4 ടീമുകളായി തിരിഞ്ഞാണ് പരിശോധന നടത്തിയത്. നിലവിലുള്ള നിർമ്മിതി മുൻപുണ്ടായിരുന്ന ക്ഷേത്രം പൊളിച്ചാണ് നിർമ്മിച്ചത്. തൂണുകൾ ഉൾപ്പെടെ പല ഭാഗങ്ങളും പഴയ ക്ഷേത്രത്തിന്റെ ഭാഗമാണ്. ദേവനാഗരി, തെലുങ്ക്, കന്നഡ ലിപികളിലാണ് ശിലാലിഖിതങ്ങൾ കണ്ടെത്തിയത്. പള്ളിയുടെ പടിഞ്ഞാറെ ചുമര് ഹിന്ദു ക്ഷേത്രത്തിന്റെ ഭാഗമാണെന്നും സർവേ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഗ്യാൻവാപ്പിയിൽ നിലനിൽക്കുന്ന മസ്ജിദിലെ തൂണുകളും മറ്റും സംബന്ധിച്ച ആർക്കിയോളജിക്കൽ സർവേ ഉദ്യോഗസ്ഥർ ശാസ്ത്രീയ പഠനം നടത്തിയിരുന്നു. തൂണുകളിലും മറ്റും ഹിന്ദു ക്ഷേത്രങ്ങളുടേതിന് സമാനമായ കൊത്തുപണികളാണ് ഉള്ളത്. അവ രൂപമാറ്റം വരുത്തിയ ശേഷം പള്ളി നിർമ്മാണത്തിനായി ഉപയോഗിക്കുകയായിരുന്നുവെന്നും സർവേയിൽ പറയുന്നു. മസ്ജിദിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മതിലിൽ മുമ്പ് നിലനിന്നിരുന്ന ക്ഷേത്രത്തിന്റെ ഭാഗമാണ്. ഹിന്ദു ദേവതകളുടെ ശില്പങ്ങളും കൊത്തുപണികളുമുള്ള വസ്തുക്കൾ മണ്ണിനടിയിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയതായും വിവരമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.